എല്ലാവരും നിങ്ങളുടെ മനസ്സിന് നല്ല പോലെ ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിൽ കിട്ടിയ ഏറ്റവും നല്ല മൊമെന്റ്സും അതേപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സും എല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരട്ടെ. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇഷ്ടദൈവത്തിന്റെ കാൽക്കൽ സമർപ്പിക്കുന്നതായിട്ട് മനസ്സിൽ നല്ലൊരു സങ്കല്പം എടുക്കുക. എല്ലാവരും നമ്മൾ ഈ ഒരു ടൈം പഠിക്കാനാണ് വന്നിരിക്കുന്നത് അല്ലേ? ഏറ്റവും നന്നായി തന്നെ ഈ ഒരു ടൈം ഞാൻ ഏറ്റവും നന്നായി തന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വളരെ സാവധാനത്തിലൊരു ശ്വാസം അകത്തേക്ക്, വളരെ സാവധാനം പുറത്തേക്ക്. എല്ലാവരും നല്ല പുഞ്ചിരിച്ച മുഖങ്ങളോട് കൂടി തന്നെ പതിയെ കണ്ണുകളൊക്കെ തുറക്കുക. ഓക്കെ, സോ എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കി കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ നമുക്കതേ അടുത്ത പോർഷൻ ഒന്നും പറയാനില്ല. ഓൾമോസ്റ്റ് നമ്മളുടെ ടോപ്പിക്സ് ഒക്കെ കവർ ആയ പിന്നെ എടുത്ത കാര്യങ്ങളും എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ടല്ലേ വന്നിരിക്കുന്നത്. ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എക്സാമിന് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ സോ ഗുഡ് ഈവനിങ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പോർഷനിലേക്ക്, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്കൊക്കെ പോകാം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പോർഷനിലേക്ക് കടക്കാം. സോ നെക്സ്റ്റ് വൺ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? എന്താണ് പൈത്തഗോറസ് തിയറം എന്നാണ്. പൈത്തഗോറസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് a square plus b square is equal to c square, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ് എന്ത് പറയുന്നത്? ഹോഥായനാസ് തിയറം ഓൺ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ കണ്ടതാണ് എന്താണ് ഐസോസിലസ് ട്രയാംഗിൾ. ഐസോസിലസ് ട്രയാംഗിൾ എന്തായിരുന്നു? ജസ്റ്റ് എൻ്റെ ഒപ്പം തന്നെ പറയും നിങ്ങൾ, അപ്പൊ ആ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും. എന്താണ് ഐസോസിലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ? 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിൾ ആണ് അല്ലെ. അതിൽ തന്നെ റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ഐസോസിലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ വൺ ഓഫ് ദ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ കേസിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ ഏത് റിലേഷൻ യൂസ് ചെയ്യാം? √2 ഇൻറ്റു എ എന്ന് പറയുന്ന റിലേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടന്യൂസ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം എന്തായിരുന്നു? പൈതഗോറിയൻ ട്രിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. സോ പൈതഗോറിയൻ ട്രിപ്പിൾസിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു. എന്താണ് പൈതഗോറിയൻ ട്രിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൈഡ് ലെങ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? പൈതഗോറിയൻ ട്രിപ്പിൾസ് എന്ന് വിളിച്ചത് അല്ലെ. ഇതിൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റി? യെസ്, പൈതഗോറിയൻ ട്രിപ്പിൾസിൽ തന്നെ പ്രിമിറ്റീവ് പൈതഗോറിയൻ ട്രിപ്പിൾസും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നോൺ പ്രിമിറ്റീവ് പൈതഗോറിയൻ ട്രിപ്പിൾസ് ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ കോമൺ ഫാക്ടർ 1 മാത്രം വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? പ്രിമിറ്റീവ് പൈതഗോറിയൻ ട്രിപ്പിൾ എന്ന് വിളിക്കുന്നത്. അതേസമയം 1 അല്ലാതെ നമ്മളൊരു സ്കെയിൽഡ് ഫാക്ടർ വെച്ച് എല്ലാത്തിനും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ പ്രിമിറ്റീവ് പൈതഗോറിയൻ ട്രിപ്പിൾ ഓർ ബോധായന ട്രിപ്പിൾ എന്ന് വിളിക്കുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഓക്കെ ആണോ? ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ദെൻ നമ്മൾ കണ്ടതാണ് ലാസ്റ്റ് വൺ. ഇതില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ട്രിപ്പിൾസ് എങ്ങനെ ഫോം ചെയ്യാം അതിനുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടത്. n-1 the whole square plus 2n-1 is equal to n square എന്നുള്ളതാണ് നമുക്ക് എന്ത് പൈതഗോറിയൻ ട്രിപ്പിൾ ഫോം ചെയ്യാനുള്ള ഇക്വേഷൻ. ഇതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു 2n-1 എന്നുള്ളത് എന്തായിരിക്കും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകുന്ന കേസിലാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായ എല്ലാവർക്കും? കിട്ടാത്തവരുണ്ടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചു നിർത്തിയത്. ഈ പഠിച്ചു നിർത്തിയോടത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇനി സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. മിസ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തേടാ മക്കളെ, സം ഓഫ് ഫസ്റ്റ് ഓഡ് നമ്പർ, നമ്മൾ ഓഡ് നമ്പേഴ്സിന്റെ കേസിലാണ് നമുക്ക് ഈ ഇക്വേഷൻ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം സം ഓഫ് ഫസ്റ്റ് ഓഡ് നമ്പർ, അതായത് ഫസ്റ്റ് ഓഡ് നമ്പർ എന്ന് വെച്ചാൽ 1 ആണ്. 1ന്റെ സം എന്ന് വെച്ചാൽ 1 തന്നെ കിട്ടും അല്ലെ. അതേപോലെ സം ഓഫ് ഫസ്റ്റ് 2 ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1 + 3 ആണ്. 1 + 3 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ആണ്. സം ഓഫ് ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാലോ
1 + 3 + 5 ആണ്. അപ്പോൾ 3 ഓഡ് നമ്പേഴ്സ്, ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 3² കിട്ടി. ഫസ്റ്റ് 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 2² കിട്ടി. അപ്പോൾ ഫസ്റ്റ് 4 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? എന്തായിരിക്കും? 4² ആയിരിക്കും. ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടാൻ പോണത്? 5² ആയിരിക്കും. ഈ ഒരു കാര്യം മനസ്സിലുണ്ടല്ലോ. അപ്പൊ നമുക്കിതേ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അതായത് പൈതഗോറിയൻ ട്രിപ്പിൾസ് ഫോം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറിയൻ ട്രിപ്പിൾസ് ഫോം ചെയ്യാൻ n-1 2n-1 n² ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫോളോ ചെയ്യാം? പൈതഗോറിയൻ ട്രിപ്പിൾസ് നമുക്ക് ഫോം ചെയ്യാം. ദാറ്റ് ഈസ്, നിങ്ങൾ നോക്കിക്കോ ഇവിടെ പൈതഗോറിയൻ ട്രിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് തന്നെ പഠിക്കാം. ഇവിടെ ഞാൻ തന്നിരിക്കുകയാണ് 49 എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ. 49 ഈസ് എ ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ, ഒരു ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് എന്ത് കണ്ടുപിടിക്കാം എന്നാ പറയുന്നത്? ഇത് വെച്ച് പൈതഗോറിയൻ ട്രിപ്പിൾസ് കണ്ടുപിടിക്കാം. 49 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ചെയ്യാട്ടോ. ഒരു ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ട്രിപ്പിൾസ് ഏതൊക്കെയാണ് അവിടെ വരുന്ന പൈതഗോറിയൻ ട്രിപ്പിൾസ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 49 is equal to 2n-1 എന്ന് ഇക്വേറ്റ് ചെയ്യാം. 49 is equal to എന്ത് ഇക്വേറ്റ് ചെയ്യാം? 2n-1 എന്ന് ഇക്വേറ്റ് ചെയ്യാം. 49 is equal to 2n-1 ആണെങ്കിൽ നമുക്ക് n കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എന്തായിരിക്കും? 49 + 1 is equal to 2n ആയിരിക്കും അല്ലെ. -1 ലെഫ്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ എന്താകും? +1 ആകും. ദെൻ n is equal to എന്തായിരിക്കും? 49 + 1 എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കില്ലേ? ഇൻറ്റു 2 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആകും. ദാറ്റ് ഈസ് n എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. ഓക്കെ ആണോ? n is equal to എന്ത് കിട്ടും? 25 കിട്ടും. മിസ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ n is equal to 25 ആയിരിക്കും. അപ്പൊ 49 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഒരു ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. ഒരു ഓഡ് പെർഫെക്റ്റ് സ്ക്വയറിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, 49 is equal to 49 ഒരു ഓഡ് നമ്പറുമാണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയറുമാണ് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിനെ മാത്രമേ നമുക്ക് ഏത് രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ? 2n-1 ഈക്വൽ ആയിട്ട് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്കിവിടെ കിട്ടിയത് എന്താ? n is equal to 25 എന്നല്ലേ. n is equal to 25 എന്നാണ്. നമ്മുടെ ഉള്ള റിലേഷൻ അനുസരിച്ച് n-1 നമുക്ക് എടുക്കാം അല്ലെ. അതേപോലെ n² നമുക്ക് എടുക്കാം അല്ലെ. n-1 എടുക്കാം, n² എടുക്കാം. പിന്നെ ആരാ ഉള്ളത്? 2n-1 ആണ്. ഓക്കെ ആണോ? 2n-1 ആണ്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന പൈതഗോറിയൻ ട്രിപ്പിൾസ് ഏതൊക്കെ ആയിരിക്കും? ഒന്ന് n ആയിരിക്കും. ഒന്ന് എന്തായിരിക്കും? n ആയിരിക്കും. അടുത്തത് എന്തായിരിക്കും? 2n-1 എന്താണോ അതിന്റെ സ്ക്വയർ റൂട്ട്, ദാറ്റ് ഈസ് 49ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 7 ആണ് അല്ലെ. 7ന്റെ സ്ക്വയർ അല്ലേ 49. ദെൻ അടുത്തത് n-1 എന്താണ്? n-1 എന്ന് പറഞ്ഞാൽ 25 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ആണ്. അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന പൈതഗോറിയൻ ട്രിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും? 7, 24 ആൻഡ് 25 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പൈതഗോറിയൻ ട്രിപ്പിൾസ് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക ഇക്വേഷൻ ഫോം ആണ് നമ്മൾ ഈ പഠിച്ചത്. അതിൽ നമുക്ക് തരുന്ന കണ്ടീഷൻ എന്തായിരിക്കണം? തരുന്നത് ഒരു ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ പൈതഗോറിയൻ ട്രിപ്പിൾ നമുക്ക് ഏത് രീതിയിൽ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ എന്താണോ അതിന് 2n-1 ഇക്വേറ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ പറഞ്ഞു പഠിച്ചോ. 2n-1 ഇക്വേറ്റ് ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? n കണ്ടുപിടിക്കും. അതായിരിക്കും എന്ത്? അവിടുത്തെ ഒരു ട്രിപ്പിളുള്ള ഒരു നമ്പർ, ഓക്കെ, അല്ലെങ്കിൽ ഒരു സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് അത് -1 ആയിരിക്കും. അതായത് 25 - 1 ആയിരിക്കും അടുത്ത ഒരു സൈഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് 1 പറഞ്ഞാൽ ഇവിടെ എന്താണോ തന്നിരിക്കുന്നത് അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും എന്ത്? തേർഡ് സൈഡ് ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 7, 24 ആൻഡ് 25 ആയിരിക്കും ഇവിടെ വരുന്ന പൈതഗോറിയൻ ട്രിപ്പിൾസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ധാരണ കിട്ടിയ
ഓക്കെ ആണോ? ഏകദേശം ഒരു ധാരണ കിട്ടിയ സെയിം തന്നെ ഞാൻ മിസ് വേറൊരു നമ്പർ വെച്ച് പറയട്ടെ, നിങ്ങൾ തനിയെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഒപ്പം തന്നെ മിസ് പറഞ്ഞു തരാം. ഇത് തന്നെ സെയിം തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. 9 എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറുമാണ്, ഒരു ഓഡ് നമ്പറുമാണ്. ശരിയല്ലേ? 9 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പറുമാണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയറുമാണ്. അപ്പൊ 9 ഈസ് എൻ ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെ? 9 ഈസ് ആൻ ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ. ഇത് വെച്ചൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. 9 ഈസ് ആൻ ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ. ഇത് വെച്ച് അപ്പം എന്താണോ ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് തന്നിരിക്കുന്നത് അതിനെയാണ് എന്തിനോട് ഇക്വേറ്റ് ചെയ്യേണ്ടത്? എന്താണ് ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് തന്നിരിക്കുന്നത് അതിനെയാണ് എന്തിനോട് ഇക്വേറ്റ് ചെയ്യേണ്ടത്? 2n-1 ഇക്വേറ്റ് ചെയ്യേണ്ടത്. ആ കാര്യം മനസ്സിലേക്ക് വന്ന എല്ലാവർക്കും ഓക്കെ ആണോ? എന്താണോ നമുക്ക് ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് തന്നിരിക്കുന്നത് അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 2n-1 ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? സോ 9 is equal to 2n-1 ആണ്. സോ ഇതിൽ നിന്നും n-ന്റെ വാല്യൂ വേഗം ഒന്ന് കണ്ടുപിടിച്ചേ. ഇതിൽ നിന്നും n-ന്റെ വാല്യൂ എത്ര കിട്ടി? യെസ്, കുറച്ച് പേര് കാണിക്കുന്നുണ്ട്. യെസ്, ഋഗ്വേദേ കുട്ടാ പറയടാ, എന്ത് കിട്ടി? 9 + 1 is equal to 2n ആണ്. ദാറ്റ് ഈസ് 10 is equal to 2n. n is equal to എന്ത് വന്നു മോനെ? n is equal to 5 കിട്ടി. എവിടെ പോയി? 2 ദിവസം കണ്ടില്ലല്ലോ. അച്ഛൻ വന്നിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ലേ? ചിലത് ഇല്ല അല്ലേ? അതുകൊണ്ട് മിണ്ടാണ്ടൊക്കെ പോയി കളഞ്ഞല്ലേ. ഞാൻ അന്വേഷിക്കായിരുന്നു എവിടെ ആയിരുന്നു 2 ദിവസം കണ്ടില്ലല്ലോ എന്ന്. എന്നിട്ട് എന്താണ് വരുന്നത്? ഞങ്ങൾക്കൊന്നും ഇല്ലേ? തരാം. എന്താണ് തരണത്? ഒരു അല്ലേ ഇഷ്ടമില്ലല്ലോ മിസ്, തരണം എന്നൊന്നും ആഗ്രഹമില്ല. വേണമെങ്കിൽ തരാന്നൊക്കെ ആ പോട്ടെ. ഇപ്പൊ അങ്ങനെയൊക്കെ ആയി നമ്മളൊക്കെ. ഓക്കെ, അപ്പൊ എനിവേ n is equal to 5 ആണല്ലേ. അപ്പൊ n is equal to 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ട്രിപ്പിൾസ്, ആ 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? n5 എന്നുള്ളത് ഒരു നമ്പർ ആയിരിക്കും, n-1 എന്നുള്ളത് ഒരു നമ്പർ ആയിരിക്കും. ശരിയല്ലേ? അല്ലേ? അതായത് 3 നമ്പേഴ്സ് ആണ് ട്രിപ്പിൾസ്. അതിൽ ഒരു നമ്പർ ഏറ്റവും വലുത് ഒരെണ്ണം, ദെൻ അതിൽ കുറഞ്ഞത് ഒരെണ്ണം. ഓക്കെ, പിന്നെ നമ്മൾ തന്നിരിക്കുന്ന നമ്പർ ഏതാണോ അതിന്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? 3 അല്ലേ? അപ്പോ 3 ആയിരിക്കും അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് 3, 4, 5 എന്ന് പറഞ്ഞാൽ എന്താണ്? പൈതഗോറിയൻ ട്രിപ്പിൾസ് ആണ്. കിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായ? ഓക്കെ ആണോ? സമയത്തിന് ജോയിൻ ചെയ്തവരൊക്കെ ഓക്കെ. കുറച്ച് പേര് ഇത് ലേറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ച് തൂക്കും അല്ലേ ഈശലേ? പക്ഷെ ഇശലിനെ പറയാൻ പറ്റില്ല. ഇശല എല്ലാ ദിവസവും ആദ്യം കയറുന്ന ആളാണ് അല്ലേ? ഇന്നൊരു ദിവസം ഒരു ദിവസം ലേറ്റ് ആയെന്ന് പറഞ്ഞ് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ ദിവസം ഒരിക്കലും നമ്മൾ നോട്ട് ചെയ്യണത് അല്ലേ? ചാരു അങ്ങനെ കുറച്ച് പേര് ലേറ്റ് ആയിട്ട് വരുന്നതുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ആൻസർ കിട്ടിയ എല്ലാവർക്കും 3, 4, 5 എന്നുള്ളത് കിട്ടിയാ? നോക്കിയിട്ടെ, കിട്ടിയവർ എത്ര പേരുണ്ടൊന്ന് വേവ് ചെയ്തേ. കിട്ടിയവര് ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടി. ഉദിത്തെ ക്ലിയർ ആയ പറഞ്ഞത്? ഉദിത് മോൻ പറഞ്ഞത് മനസ്സിലായ? ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് 25 ഒന്ന് ചെയ്തോ. സ്റ്റീവ് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോ. 25 ഈസ് ആൻ ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ. സ്റ്റീവ് എന്തോ ഡൗട്ട് ഉണ്ടെന്ന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. ഗുഡ് ഈവനിങ്, പറഞ്ഞ മോനെ. തേർഡ് ഫൈൻഡ് നമുക്ക് എന്താണോ തന്നിരിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ അതിന്റെ സ്ക്വയർ റൂട്ട്. തേർഡ് നമ്പർ 49ന്റെ റൂട്ട് അല്ലേ 7, 9ന്റെ റൂട്ട് അല്ലേ 3, ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, 25ന്റെ വേഗം ഒന്ന് കണ്ടുപിടിച്ച് എല്ലാവരും. 25 സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ മിസ്, അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്ത് തുടങ്ങിയാലോ? യെസ്, പ്രണവ് കുട്ടാ പറഞ്ഞോടാ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 25 is equal to
2n minus 1. Yes, 2n minus 1, that is 25 plus 1 is equal to 2n. 2n ആണ്. So n is equal to 26/2. 26. Okay, n 13 എന്ന് കിട്ടിയാ? ഓക്കെ ആണ്, മിടുക്കൻ. Then next ഋഷിക ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞിടാ. n is equal to 13 ആണെങ്കിൽ അടുത്തത് ഏതായിരിക്കും നമ്പർ? 3 നമ്പേഴ്സിൽ നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? n minus 1 is equal to 2. Yes, n minus 1 is equal to 2. മിസ്സേ എനിക്ക് എന്തെങ്കിലും തരുമോ? Sorry. 11. മിസ് ഇന്നാണ് ഋഷിക ശരിക്കും ഉറങ്ങണേന്നാ പറയുന്നത് കേട്ടാ. 13 മൈനസ് 1 ഞാൻ സമ്മതിക്കൂല എന്നൊക്കെ. 13 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി അല്ലേ. ദെൻ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? ആരാ പറയുന്നത്? യെസ്, പ്രാർത്ഥന പറഞ്ഞ മോളെ. 5 ആയിരിക്കും. മിടുക്കി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? സോ ദ ട്രിപ്പിൾസ് ആർ 5, 12, 13. 5ഉം 12ഉം 13ഉം ആയിരിക്കും അവിടെ നമുക്ക് ഫോം ചെയ്യുന്ന ട്രിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ദേ നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതായത് ഓൾറെഡി മിസ് ഇന്നലെ പറഞ്ഞ ഒരു ഫോർമാറ്റിലെ സമ്മുകൾ ഇങ്ങനെ തന്നിട്ടുള്ള രീതി, അതിൽ നിന്നും ദേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ രീതിയിലാണ്. ഫൈൻഡ് 5 മോർ ബോധായന ട്രിപ്പിൾസ് യൂസിങ് ദിസ് ഐഡിയ. നമ്മളിപ്പോ ഈ ചെയ്ത ഐഡിയ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? 5 ബോധായന ട്രിപ്പിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 5 ബോധായന ട്രിപ്പിൾസ് ഈ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 5 ബോധായന ട്രിപ്പിൾസ് കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താന്ന് മനസ്സിലായ? എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്കറിയാം അവിടെ വന്നിരിക്കുന്നതില് 9, 25, 49, 81, 121, 169 അല്ലെ? ഇതുപോലത്തെ നമ്പേഴ്സ് ഒക്കെയാണ് എന്ത്? ഓഡ് നമ്പേഴ്സും അതേപോലെ തന്നെ പെർഫെക്റ്റ് സ്ക്വയേഴ്സുമായിട്ട് വരുന്നത് അല്ലെ? അപ്പോ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2n minus 1 ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ ഓൾറെഡി 9 ചെയ്തു, 25 ചെയ്തു, 49 ചെയ്തു അല്ലെ? അപ്പൊ നിങ്ങളോട് പറയാണ് ഒരു 5 ബോധായന ട്രിപ്പിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് അനുസരിച്ച് ചെയ്യുക. ഒരു വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്യണം. അപ്പൊ അതേ നമുക്ക് 9, 25, 49 ചെയ്തെങ്കിൽ അടുത്ത എന്ത് ചെയ്യാം? 81 ഒന്ന് ചെയ്ത് നോക്കാം. സെയിം തന്നെയല്ലേ കിട്ടുക? ദാറ്റ് ഈസ് 81 is equal to എന്തിനോട് ഇക്വേറ്റ് ചെയ്യുക? 2n minus 1 ഇക്വേറ്റ് ചെയ്യുക. സെയിം കാര്യം തന്നെ. ഓക്കെ ആണോ? മനസ്സിലായ? അപ്പൊ ദേ 81 is equal to 2n minus 1 ആണ്. ദാറ്റ് ഈസ് 81 plus 1 is equal to 2n ആണ്. n is equal to എന്ത് കിട്ടും നമുക്ക്? 82 divided by 2 that is 41 എന്ന് കിട്ടും. അപ്പോ n 41 ആണെങ്കിൽ n minus 1 എന്നുള്ളത് എന്തായിരിക്കും? 41 minus 1 that is equal to 40 ആണ്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ, അപ്പൊ നമുക്ക് വന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 41 വന്നു, 40 വന്നു, ദെൻ നമ്മൾ എടുത്തത് 81 ആണ്. 81ന്റെ സ്ക്വയർ റൂട്ട് എന്താ? എന്തിന്റെ പെർഫെക്റ്റ് സ്ക്വയർ? 81 എന്ന് പറഞ്ഞാൽ 9ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ 9, 40 and 41 ആർ ദ റിക്വയർഡ് ബോധായന ട്രിപ്പിൾ. ഓക്കെ ആണ്? അപ്പൊ ഇതേപോലെ ഒരെണ്ണം നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുമല്ലോ, പ്രശ്നമില്ല. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണ്. അപ്പൊ ദേടാ ഇതിലെല്ലാത്തിലും നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം വെച്ച് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Does this method yield non-primitive ബോധായന ട്രിപ്പിൾ? ഇവിടെ എല്ലായിടത്തും നമുക്ക് കിട്ടുന്നത് ബോധായന ട്രിപ്പിൾസിൽ തന്നെ നോൺ പ്രിമിറ്റീവ് ബോധായന ട്രിപ്പിൾസ് കിട്ടുമോ എന്നാണ് ചോദ്യം. കിട്ടുമോ? നോൺ പ്രിമിറ്റീവ് ബോധായന ട്രിപ്പിൾസ് ഈ ഒരു മെത്തേഡ് വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. കാരണം ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ എല്ലാത്തിലും അല്ലെ, ഇവിടെ നമുക്ക് ഇപ്പൊ എന്തൊക്കെയാണോ കിട്ടിയത് അവിടെ എല്ലാം വന്നിരിക്കുന്ന ഒരു സ്റ്റൈല് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ 41 ആണെങ്കിൽ ഇവിടെ 40 അല്ലെ? ഇനി മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ ആണെങ്കിലോ, മുന്നേ നമ്മൾക്ക് കിട്ടിയ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ എങ്ങനെയാ വന്നത്? ഇതേപോലെ തന്നെ അല്ലേ? 13 ആണെങ്കിൽ 12, 5 ആണെങ്കിൽ 4, ദെൻ ഹിയർ എന്തായിരുന്നു? 25 ആണെങ്കിൽ 24. എല്ലാത്തിലും ഒരെണ്ണം ലെസ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്
അല്ലെ 24, 25, 12, 13 ഈ ഒരു ഫോമിലാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പ്രിമിറ്റീവ് ട്രിപ്പിൾസ് ഇതേപോലെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണ്, എല്ലാ ട്രിപ്പിൾസിന്റെ കേസിലും നമുക്ക് ഒരു നമ്പർ എന്തായിരിക്കും 1 നമ്പർ ലെസ് ദാൻ ദ ലോങ്സ്റ്റ് സൈഡ് ആയിരിക്കും അല്ലെ. ലോങ്സ്റ്റ് സൈഡിനേക്കാൾ 1 കുറവായിട്ടാണ് എന്നുള്ളൊരു ഒബ്സർവേഷൻ അവിടെ ശരിക്കും വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് നോൺ പ്രിമിറ്റീവ് ആയിട്ടുള്ള ബോധായന ട്രിപ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. കാരണം 1 ലെസ് ദാൻ ആയിട്ടുള്ള പ്രിമിറ്റീവ് 1 ലെസ് ദാൻ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതൊരിക്കലും എന്തായിട്ട് വരില്ല, കോമൺ ഫാക്ടർ ആയിട്ട് അവിടെ വരുമോ? കോമൺ ഫാക്ടർ വരുമോ? 24ലും 25ലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. 12ലും 30ലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. 4ലും 5ലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അതായത് ഒരിക്കലും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ കോമൺ ഫാക്ടർ വരില്ല. ശരിയല്ലേ? അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്താന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. 3ഉം 4ഉം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്, 5ഉം 6ഉം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. ഇങ്ങനെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, കോമൺ ഫാക്ടർ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് ആൻസർ? നോ എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഡസ് ദിസ് മെത്തേഡ് yield നോൺ പ്രിമിറ്റീവ് ബോധായന ട്രിപ്പിൾസ്? അതായത് 1 സൈഡ് ലെസ് ദാൻ ദ അതർ എന്നുള്ള ഫോമിൽ കിട്ടുമോ? ഒരിക്കലും ഇല്ല. നോ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ചിന്തിച്ച് അപ്ലൈ ചെയ്യാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ തലപൊകേണ്ട സാധനങ്ങളൊന്നും അല്ല. ഓക്കെ, അപ്പോ ഇവിടെ are there primitive triples that cannot be obtained through this method എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഈ മെത്തേഡിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പ്രിമിറ്റീവ് ആയിട്ടുള്ള ബോധായന ട്രിപ്പിൾസ് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അറിയാവോ ഏതെങ്കിലും അങ്ങനെയുള്ള പ്രിമിറ്റീവ് ബോധായന ട്രിപ്പിൾസ്? ഇന്നലെ നമ്മൾ പഠിച്ചത് വെച്ച് ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? നമ്മൾ ഇന്നലെ കുറച്ച് ബോധായന ട്രിപ്പിൾസ് ഒക്കെ പഠിച്ചായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ, ഏറ്റവും ഫസ്റ്റ് പറഞ്ഞതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ട 3, 4, 5, 5, 12, 13 അല്ലാതെ വേറൊരെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, സ്റ്റീവിന് ഓർമ്മയുണ്ടെന്ന് പറയുന്നുണ്ട്. മിസ് ഒന്ന് അഡ്മിറ്റ് ചെയ്ത് നോക്കാം. ആ 1 പിന്നെ ഏതാ? 3 മനസ്സിലായില്ല മോനെ. 3n ആയിട്ട് പറ്റില്ല. പക്ഷെ 3 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. 3 എന്ന് പറഞ്ഞ ഒരു ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. ഇത്രയും നോക്കിയാൽ മതി. നമുക്ക് കിട്ടണ നമ്പേഴ്സ് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട നമ്പറാണ് 7, 24, 25. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? 25 മൈനസ് 1 24 കിട്ടും അല്ലെ. 1 നമ്പർ ലെസ് ദാൻ അല്ലാത്ത വല്ല നമ്പേഴ്സ് ഉണ്ടോ നോക്ക്. ഒരു എക്സാമ്പിൾ മിസ് പറയട്ടെ. 8, 15, 17. ഓക്കെ, 8, 15, 17 ഇത് ഒരു പ്രിമിറ്റീവ് ട്രിപ്പിൾ ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. പക്ഷെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാകും 17 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 2 അല്ലേ ഡിഫറൻസ് വരുന്നത് അല്ലെ. എന്തായാലും അപ്പൊ ഈ മെത്തേഡ് വെച്ച് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല അല്ലെ. ജസ്റ്റ് അങ്ങനെ ചിന്തിച്ചാൽ മതി. അല്ലാതെ ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ വെച്ച് നമ്മൾ ചെയ്യണമെന്നില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നുള്ളൂ. നമ്മൾ ചെയ്ത മെത്തേഡ് അനുസരിച്ച് നമുക്ക് എന്തായാലും കിട്ടാൻ പോണത് ഒരെണ്ണം n ആണെങ്കിൽ അടുത്തത് n-1 ആണ് കിട്ടാൻ പോണത് അല്ലേ. അപ്പോ അതല്ലാത്ത പ്രിമിറ്റീവ് ട്രിപ്പിൾസ് ഉണ്ടോ? അതല്ലാത്ത ട്രിപ്പിൾസ് ഉണ്ടെങ്കിൽ അതൊന്നും ഈ മെത്തേഡ് വെച്ച് പോസിബിൾ അല്ല എന്ന് എഴുതിയാ പോരെ. ഓക്കെ ആണോ? അപ്പൊ 8, 15, 17 ഈ ഒരു മെത്തേഡ് വെച്ച് പോസിബിൾ അല്ല. അതേപോലെ 12, 35, 37 ഇതൊന്നും എന്തല്ല, ഈ മെത്തേഡ് വെച്ച് കിട്ടുന്ന പ്രിമിറ്റീവ് ട്രിപ്പിൾസ് അല്ല. ഇതൊക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ട്രിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. കാരണം നമുക്കൊരു MCQ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതല്ലാതെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളല്ല.
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഐഡിയ എന്താ? നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മെത്തേഡിൽ നമുക്ക് ഒരു നമ്പർ n ആണെങ്കിൽ അടുത്ത നമ്പർ n-1 എന്നുള്ളതാണ്. അങ്ങനെ കിട്ടാത്ത ഏത് പ്രിമിറ്റീവ് ട്രിപ്പിൾസ് നിങ്ങൾ എവിടെ എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായ? ഇന്നലെ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവർ മിക്കവാറും വായം പൊളിച്ചിരിക്കേണ്ട വരും. എന്താണ്? ഇന്നലെ എടുത്ത ടോപ്പിക്കാണ് പ്രിമിറ്റീവ് ട്രിപ്പിൾസ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ്, അതല്ലാത്തവർ എന്താന്ന് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ചാടി എണീറ്റാലോ? യെസ്, ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും ഒന്ന് ചാടി എണീറ്റേ. സോ ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അതുകൂടി അടിപൊളിയായിട്ട് ചടപടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ഇന്നത്തെയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം ഫിനിഷ് ചെയ്യാം, അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ ദേ എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ഔട്ട്. യെസ്, അപ്പ്, ഡൗൺ, hands up, hands down. Yes, സൈഡിലേക്കൊക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് വേഗാവട്ടെ. ലിസ്റ്റ് ചെയ്യാ. യെസ്, ഓക്കെ. ദെൻ ഒന്ന് ബെൻഡ് ചെയ്തേ. ഓക്കെ, ചാടിയിരുന്നോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നലെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ട് ഗേൾസ് അല്ലേ, ഗേൾസ് അവരുടെ കഴിവ് അവർ തെളിയിച്ചു. എന്നാലും നമുക്ക് ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ അല്ലേ, പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ. പുച്ഛല്ലടാ, ഞാൻ ഉള്ള കാര്യമില്ല, സത്യല്ലടാ പറഞ്ഞോളൂ. ഇന്നലെ ഗേൾസ് അല്ലേ, നിങ്ങൾ ഒരെണ്ണം പോലും പറഞ്ഞില്ല. അതെ, ലീഡിങ് എപ്പോഴും ബോയ്സ് ആണ്, എപ്പോഴും അവരുടെ ഒരാളുടെ ഹാൻഡ് റേസ്ഡ് ആയിട്ടിരിക്കും. പക്ഷെ ഇന്നലെ എന്തോ അല്ലേ, എന്തോ ഒരു ഹതഭാഗ്യം എന്ന് പറയാനേ ഉള്ളൂ. ഓക്കെ, നോക്കാം നമുക്ക് എന്തായാലും. എല്ലാ ദിവസത്തെയും വെച്ചിട്ട് നമുക്ക് ഭൂരിപക്ഷം പറയാലോ അല്ലേ? ആ നോർമലി അങ്ങനെയാണ്, ഗേൾസിനേക്കാൾ നിങ്ങളാണ് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്. എവിടെ? പക്ഷെ ഗേൾസ് ഒന്നും പുറത്തോട്ട് വരാത്തതുകൊണ്ടാണ് അല്ലേ? നേത്രനെയൊക്കെ വല്ല കാലത്തൊക്കെ കാണുള്ളൂ, മാവേലി പോലെയൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ വിത്ത് സൈഡ് ലെങ്ത് 5 cm. ഫൈൻഡ് ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ വിത്ത് സൈഡ് ലെങ്ത് 5 cm. ജസ്റ്റ് സ്ക്വയറിന്റെ ഡയഗണൽ ഒന്ന് വരച്ച എല്ലാവരും. ഒരു സ്ക്വയർ വരയ്ക്കുക, ഒരു സ്ക്വയറിന്റെ ഡയഗണൽ വരയ്ക്കുക. ദെൻ സ്ക്വയറിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് പറഞ്ഞുതരാം. സ്ക്വയറിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് നിങ്ങൾ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും എന്തായാലും അല്ലെ? സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? യെസ്, ആദിൽ കുട്ട പറയടാ, എന്താണ് ഒരു സ്ക്വയറിന്റെ പ്രത്യേകത? മിടുക്കൻ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലെ? സോ സ്ക്വയറിന്റെ കേസിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സോ ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 5 ആണ് തന്നിരിക്കുന്നത്. 5 cm ആണ് സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും എത്ര തന്നെയാണ് മക്കളെ? 5 cm തന്നെയാണ്. സംശയം ഉണ്ടാ? ഇല്ല. ഓക്കെ ആണല്ലോ? ദെൻ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു സ്ക്വയറിന്റെ കേസിൽ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രിയാണ്? ഒരു സ്ക്വയറിന്റെ കേസിൽ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രിയാണ്? യെസ്, പ്രാർത്ഥന അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ മോളെ. മിടുക്കി, ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഒക്കെ എന്താണ്? 90 ഡിഗ്രി ആണ്. ഈ കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഡയഗണൽ എന്നാണ്. ഈ സ്ക്വയറിന്റെ ഡയഗണലിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഡയഗണൽ ഒന്ന് വരച്ചു വയ്ക്കുകയാണ്. സോ ഇതല്ലേ ഇവിടുത്തെ ഡയഗണൽ? എൻ്റെ ഉണ്ടായിരുന്ന സൈഡ് ലെങ്ത്തും കൂടി പോയി. ഡയഗണൽ വരച്ചപ്പോൾ എല്ലാം പോയി അല്ലേ? ഓക്കെ, ഇതാണ് ഇപ്പൊ എന്റെ ഡയഗണൽ ആയിട്ട് ഞാൻ വരയ്ക്കുന്നത്. സോ ദിസ് ഇസ് ദ ഡയഗണൽ. ഓക്കെ, ഇതാണ് ഡയഗണൽ ആയിട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ABCD എന്ന് പറയുന്ന സ്ക്വയറിൽ AC ആണ് എന്റെ ഡയഗണൽ അല്ലെ? AC ഈസ് ദ ഡയഗണൽ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ഫോം ചെയ്തിരിക്കുന്ന
ദി ട്രയാങ്കിൾ ദാറ്റ് ഈസ് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് 5 സെന്റിമീറ്റർ ആണ്, ഈ സൈഡ് 5 സെന്റിമീറ്റർ ആണ്, ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ദെൻ വാട്ട് അബൌട്ട് ദ ഹൈപ്പോട്ട്ന്യൂസ്? എന്തായിരിക്കും അതിന്റെ ഹൈപ്പോട്ട്ന്യൂസ് വരുന്നത്? ചാരു ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ മോനെ. √2a ആയിരിക്കും. ദാറ്റ് ഈസ് √2 ഇൻറ്റു a എത്രയാണ്? സൈഡ് എത്രയാണ് വരുന്നത്? 5 ആണ് അല്ലേ? അത്രേ ഉള്ളൂ. കാരണം നമുക്കൊരു സ്ക്വയറിന്റെ ഡയഗണൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? √2a ആണ്. അല്ലെങ്കിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഒരു ഐസോസ്ലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലസ് റൈറ്റ് ട്രയാങ്കിളിന്റെ കേസിൽ ഹൈപ്പോട്ട്ന്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് എന്താ അറിയാം? √2a ആണെന്ന് അറിയാം. AC is the diagonal. Also triangle ABC is an isosceles right triangle അല്ലേ? ഐസോസ്ലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലസ് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്കറിയാം AC is equal to √2 into a ആണ്. ദാറ്റ് ഈസ് √2 into 5 ആണ്. ഓക്കെ ആണോ? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 5√2 എന്ന് തന്നെ എഴുതാം, അല്ലെങ്കിൽ 5 into 1.414 ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി അതേസമയം നിങ്ങളോട് ഇതേപോലെ ഡെസിമലിൽ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ 1.414 ഇട്ട് √2ന്റെ വാല്യൂ പറഞ്ഞു തന്നല്ലേ ഓൾറെഡി. സോ അതിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യേണ്ട വരും. ഓക്കെ, ദാറ്റ് ഇസ് 5√2 സെന്റിമീറ്റർ or else 5 into 1.414 that is 7.07 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതേ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ എഴുതണം. ഇന്നലെ ബൗൺസ് ഒക്കെ പറഞ്ഞില്ലേ മിസ്? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ആ ഒരു രീതിയിൽ വേണം എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾ ചെയ്യാനായിട്ട്. സോ ദേ ഹിയർ എന്ത് വരും? 5 into 1.414 or 7.07 അല്ലെങ്കിൽ 5√2. അതെങ്ങനെയാണോ മാർക്ക് ചോദിക്കുന്നത്, എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ ആണ്? ഈ പറഞ്ഞ കാര്യം സെറ്റാണ്? കിട്ടിയ എല്ലാവർക്കും ഓക്കെ ആണ്? അപ്പൊ ദേ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുവാണ്. ഇതുപോലെ തന്നെ വരുന്ന അടുത്തൊരാളാണ്, സ്ക്വയർ പോലെ തന്നെ വരുന്ന മറ്റൊരാളാണ് റോംബസ് എന്ന് പറയുന്നത്. റോംബസിന്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചതല്ലേ? പഠിച്ചിട്ടില്ലേ റോംബസിന്റെ? ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരാള് മാത്രം പഠിച്ചിട്ടുള്ള, ബാക്കി ആരും പഠിച്ചിട്ടില്ല? യെസ് ഉണ്ട്, പഠിക്കാനുണ്ട്. എന്തായാലും ഓൾഡ് ബാച്ചിൽ ഉണ്ട് നിങ്ങളുടെ സ്ക്വയർ റോംബസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സോ റോംബസ് എന്താണ്? റോംബസിന്റെ പ്രോപ്പർട്ടീസ് മിസ് ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്തേ. അൽത്തിയ പറയടാ റോംബസിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. യെസ്, അതായത് റോംബസ് എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ തന്നെയാണ് അല്ലെ? ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം തന്നെ എന്ന് പറയാം. അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും സ്ക്വയറിന്റെ പ്രോപ്പർട്ടീസിന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലെ? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. പിന്നെ യെസ്, ഉദിത്തെ കൂട്ടാ പറഞ്ഞോടാ. വാട്ട് അബൌട്ട് ഇറ്റ്സ് ഡയഗണൽസ്? ഡയഗണൽസ് എന്ത് ചെയ്യുന്ന പറയണത്? ബൈസെക്ട് ഈച്ച് അതർ അല്ലെ? ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90 ഡിഗ്രി അല്ലെ? ഈ പ്രോപ്പർട്ടി അറിഞ്ഞിരുന്നാൽ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ, ശരിയല്ലേ? അതായത് ഒരു റോംബസ് എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. കൂടാതെ അതിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നത് ഏത് ആംഗിളിലാണ്? 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിലാണ്. ദാറ്റ് ഈസ് ദേടാ ഞാൻ ഈ ഡയഗണൽ ഇങ്ങനെ വരച്ചു, ഈ ഡയഗണൽ ഇങ്ങനെ വരച്ചു. ഓക്കെ ആണല്ലോ? സോ ഞാൻ നെയിം ചെയ്യാം ABCD എന്ന് പറയുന്ന റോംബസ്. ഇതില് ഈ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മിസ് ഇവിടെ ഈ ഒരു ലെങ്ത് 12 സെന്റിമീറ്റർ എന്ന് വരച്ചു. ഓക്കെ, 12 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ ആണ്. ഇതിന് മറ്റൊരു ലൈൻ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് 6 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ എന്താണ് ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ? മീനിങ് മനസ്സിലായ? ഓക്കെ, എന്താണ്?
അവിടെ അതിന്റെ നേരെ ഹാഫ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ അറിയാവുന്ന കാര്യം എന്താണ്? ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയഗണൽ മൊത്തത്തില് 24 ആണ് എടുക്കാം. ഓക്കെ, ആ ഒരു ഡയഗണൽ മൊത്തത്തിൽ 24 ആണെങ്കിൽ അതിൽ ദേ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 24ന്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ ഈ പറഞ്ഞ പോയിന്റ്? കിട്ടിയോ എല്ലാവർക്കും? പ്രണവേ എന്തു പറ്റി കഷ്ടം വെച്ചിരിക്കുന്നത്? കിട്ടിയില്ലേ? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് വൺ ദേടാ, AC എന്ന് പറയുന്ന ഡയഗണൽ ടോട്ടൽ 70 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൽ ദേ അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 35 ആയിരിക്കും. 70/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് 35 സെന്റിമീറ്റർ ആയിട്ട് കിട്ടി. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? പ്രോപ്പർട്ടീസ് ഒക്കെ ആണോ? സോ റോംബസിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? All sides are equal, diagonals bisect each other at 90 degree. So diagonals bisect ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ഇവിടെ സെന്റർ കൂടി ഒന്ന് ഇട്ടാക്കാണ്. O എന്ന് പറയുന്ന സെന്റർ ഇട്ടു. അപ്പൊ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എന്തെടുക്കാം? അതിന്റെ മെഷർമെന്റ്സ് നേരെ ഹാഫ് ആക്കി എടുക്കാം അല്ലെ? അപ്പൊ ദേ മിസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ട്രയാങ്കിൾ മാത്രമാണ്. ദാറ്റ് ഈസ് DOC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. DOCയിൽ നമുക്കറിയാം OD ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ ആണ്, OC ഈസ് ഈക്വൽ ടു 35 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സൈഡ് ലെങ്ത് ഓഫ് ദ റോംബസ് ഹൂസ് ഡയഗണൽസ് ആർ of length 24 centimeter and 70 units. 24 centimeter 70 centimeter അല്ലാട്ട, 24 യൂണിറ്റ്സും 70 യൂണിറ്റ്സ് ആണ്. അതിപ്പോൾ ഏതാണെങ്കിലും സെന്റിമീറ്ററിന് എടുക്കുകയാണെങ്കിൽ സെന്റിമീറ്റർ തന്നെ, അല്ലെങ്കിൽ മീറ്ററിന് എടുക്കുകയാണെങ്കിൽ മീറ്റർ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മിസ് ഇവിടെ സെന്റിമീറ്ററിന് എടുത്തു. സോ നമുക്ക് എന്ത് എഴുതാം? 12 35 എന്ന് എടുക്കാം. അപ്പൊ അതെ ഇവിടെ OD ഈസ് ഈക്വൽ ടു 12 എന്നും OC ഈസ് ഈക്വൽ ടു 35 എന്നും കിട്ടിയാൽ ഹൈപ്പോന്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? വെയിറ്റ് കൂട്ടാ പറയടാ. ഇത് 90 ഡിഗ്രി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ CD എന്ന് പറയുന്നത് എന്താ? ഹൈപ്പോന്യൂസ് അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ബൈ പോരട്ടെ A square plus B square is equal to C square. That is 12 square plus 35 square. That is C square. 12 square എന്ന് വെച്ചാൽ 144 ആണ്. പ്ലസ് 35 സ്ക്വയർ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാനൊരു മെത്തേഡ് ഞാൻ പറഞ്ഞതില്ല, 5 എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. ഓർമ്മയുണ്ടാ? 5ന്റെ സ്ക്വയർ 25. 3 എന്ന് പറഞ്ഞ നമ്പർ എടുത്താൽ എന്ത് ചെയ്യണം? 3 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ 4 ആണ്. സോ 3 × 4 12 ആണ്. 12 25 അല്ലേ? ഒരു ക്ലാസ്സിൽ പറഞ്ഞതില്ലേ? നിങ്ങൾക്കല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറഞ്ഞു മറന്നു അല്ലേ? മിസ് പറയുന്നു 1225 ആണാ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ G = C square നമുക്ക് എന്ത് കിട്ടി? 1369 is equal to C square. Okay, 1369 is equal to C square. ഒന്നില്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ നോക്കുന്ന കാര്യം. നമുക്ക് എന്തായാലും കിട്ടുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം അപ്ലൈ ചെയ്ത് നോക്കാം. എല്ലായ്പ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന നമ്പേഴ്സിന് ഞാൻ ജസ്റ്റ് 2 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് പോവാണ്. 2 നമ്പേഴ്സ് ആക്കി. കണ്ട 6 9 6 കഴിഞ്ഞൊരു കോമിട്ട് മാറ്റി 13 ആക്കി മാറ്റി. ഓക്കെ, എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലാത്തൊരു ഫാക്ടറൈസ് ചെയ്തോ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ കണ്ടുപിടിച്ചോ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് ഈ പറയുന്ന നമ്പറിൽ, ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ഈ നമ്പറിൽ പോകുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 13 എന്ന് പറയുന്ന നമ്പറിനുള്ളിൽ വരുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 30 എന്ന് പറയുന്ന നമ്പറിനുള്ളിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 3യുടെ സ്ക്വയർ 9 അല്ലേ? ഓക്കെ ആണോ? അപ്പൊ മിസ് ഇവിടെ എന്ത് എഴുതി? 3 എന്ന് എഴുതി. 3യുടെ സ്ക്വയർ 9 ആയതുകൊണ്ട് 3 എന്ന് എഴുതി. ഇനി ഇവിടെ എൻഡ് ചെയ്യുന്നത് ഏത് നമ്പറിലാണ്? 9 എന്ന് പറയുന്ന നമ്പറിലാണ്. അപ്പൊ മക്കൾ ആലോചിച്ച് നോക്ക്, ഏത് നമ്പേഴ്സിന്റെ ഒക്കെ കേസിലാണ് 9ൽ സ്ക്വയർ എൻഡ് ചെയ്യുക? 9ൽ സ്ക്വയർ എൻഡ് ചെയ്യുക ഒന്നില്ലെങ്കിൽ 3 തന്നെയാണ് അല്ലേ? 3 സ്ക്വയർ ആണ് 9.
അല്ലെങ്കിൽ 7 ആണ്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ രണ്ടുട്ട് പരീക്ഷിച്ച് നോക്കാം. ദാറ്റ് ഈസ് ഞാൻ ഇവിടെ 7 ഇട്ട് കൊടുത്തു. 37 സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. 7 into 7 49, that is 4 21 25 21 2 9 10 11, that is എത്ര കിട്ടി? 1369 കിട്ടി അല്ലേ? പിന്നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാനും തപ്പാനും ഒക്കെ കഷ്ടപ്പെടാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായ? അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എളുപ്പത്തിൽ നോക്കാൻ വേണ്ടി ഇതേപോലെ 2 നമ്പേഴ്സ് വെച്ച് അതിനൊന്ന് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫസ്റ്റ് ഡിജിറ്റിൽ പോകുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്, ദെൻ ലാസ്റ്റ് വരുന്ന 9 കിട്ടാൻ പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണ്, അത് വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ആൻസർ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ തന്നെ എന്ത് ചെയ്ത് കണ്ടുപിടിക്കുക, ഒന്നില്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതൊക്കെ നമ്പേഴ്സ് ആണ് കിട്ടാനുള്ള ചാൻസ്. കാരണം ഇവിടെ 1 2 2 5 വന്ന സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായി 35നേക്കാൾ കൂടുതലുള്ള ഏതൊരു നമ്പർ ആണ് ഇവിടെ വരാനുള്ള ചാൻസ് അല്ലെ. അപ്പൊ 36ഓ 37ഓ 36ൽ ഒരിക്കലും 9ൽ എൻഡ് ചെയ്യില്ല. അപ്പൊ 37 നോക്കാം. അങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുക കേട്ടാ. അതല്ലാതെ നിങ്ങളോട് എല്ലാ നമ്പേഴ്സിന്റെ സ്ക്വയർ പഠിച്ചു വെക്കാൻ പറയാൻ പറ്റില്ല അല്ലെ. 50 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ പഠിച്ചു വെക്കാൻ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. 20 വരെയുള്ളത് പറഞ്ഞിട്ട് തന്നെ എത്ര പേര് പഠിച്ചോന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞൊരു രീതി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള ഏത് മെത്തേഡ് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ ആണോ പറഞ്ഞത്? ഇത് എന്താ പറയാ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പൊ അതെ ഇവിടെ നമുക്ക് c² = 1369 ആണെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലായ കാര്യം എന്താണ്? ദേടാ ഇത്രയേ ഉള്ളൂ. c² = 1369 ആണെങ്കിൽ c √1369 ആണ് അല്ലെ. c എന്ന് പറഞ്ഞാൽ √1369 ആണ്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാം, c = 37ന്റെ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ c = എത്രയായിരിക്കും? 37 ആയിരിക്കും. സോ ഈ തന്നിരിക്കുന്ന റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ നമ്മൾ കണ്ടത്. ദാറ്റ് ഈസ് the side length of the rhombus is എത്രയായിരിക്കും എന്ന് എഴുതി വെക്കുക? 37 ആയിരിക്കും എന്ന് വേണം എഴുതി വെക്കാനായിട്ട്. ഓക്കെ ആണോ? മനസ്സിലായ ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? പ്രോപ്പർട്ടീസ് ആണ്. സ്ക്വയർ, റോംബസ്, ട്രയാങ്കിള് അല്ലെ, അല്ലെങ്കിൽ ട്രപ്പീസ് ഒന്നും ഇവിടെ ചോദിക്കാൻ ചാൻസ് ഇല്ല. സോ എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ മിസ് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആ ചാപ്റ്റർ സ്കൂളിൽ ആവശ്യമില്ല, സ്കൂളിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ, പക്ഷെ ചിലപ്പോൾ അടുത്ത ചാപ്റ്ററിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ എന്തായാലും എവിടെയാണെങ്കിലും നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും നിങ്ങൾ ആ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യാതെ പോകരുത്. ഇപ്പൊ ഈ പൈതഗോറസ് തിയറത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ 9th-ലും 10th-ലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാ. അപ്പൊ ഈ ചാപ്റ്റർ ഇല്ലാത്തവരെന്ത് ചെയ്യും? മിസ് എനിക്ക് ഈ ചാപ്റ്റർ പഠിക്കാനില്ല, അത് ശ്രദ്ധിക്കണ്ടെന്ന് ഓർത്ത് ഇവിടെ ഇരിക്കും. പക്ഷെ 9th-ലും 10th-ലും വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇതിൽ കൂടുതൽ പണിയായിരിക്കും അവിടെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ച് തീർത്ത് പോകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ച് വന്നാലോ? യെസ്, ഓക്കെ. നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ജസ്റ്റ് ഈ ചാപ്റ്ററിനുള്ള വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് ചാപ്റ്റർ ഓവറോൾ നമ്മൾ ഫുൾ ടോപ്പിക്സ് പഠിച്ച് കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ മിസ്സിംഗ് സൈഡ് ലെങ്ത് ഇൻ ദ ഫോളോയിങ് റൈറ്റ് ട്രയാങ്കിൾസ്. അത് നമ്മൾ ഇതേ ഒരെണ്ണം ഇന്നലെ ചെയ്തായിരുന്നു. 7 9 കേസ് ഓൾറെഡി ഇന്നലെ ചെയ്തല്ലേ അല്ലെ. പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സൈഡ് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ദേ അടുത്തൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 4 10 ആണ് സൈഡ്സ് വരുന്നത്. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് അല്ലെ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആണ് ഹൈപ്പോട്ന്യൂസ് പറയുന്നത്. സോ നമുക്ക് ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാൻ ഏത് റിലേഷൻ യൂസ് ചെയ്യാം? മിസ് ഇതെല്ലാവരും പറയാൻ റെഡിയാണ്, കാരണം ഇത് അവർക്കൊരു റിവിഷൻ പോലെയാണ് അല്ലെ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, ഇന്നത്തെ എക്സാമിനും ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ വേഗം പറഞ്ഞോ. 2 സൈഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. 4 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ. ദിയ കുട്ടി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, ഏത് റിലേഷൻ യൂസ് ചെയ്യാ? ബൈ ബൈ പൈതഗോറസ് തിയറം ഓർ ബോധായന തിയറം നമുക്ക് എന്ത് പറയാം? a² + b²
ഇസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് പറയാം അല്ലെ. അതായത് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മൾ സി ആയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 4 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആണ്. ശരിയല്ലേ? 4 square that is 16 plus 10 square that is 100 is equal to c square. So c square is equal to നമുക്ക് മനസ്സിലായി 100 plus 16 എന്ന് പറഞ്ഞാൽ 116 ആണ്. c is equal to root of 116 ആണ്. ഇങ്ങനെ എഴുതിയാൽ എപ്പോഴും മാർക്ക് കിട്ടോ എന്ന് അറിയാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ നിങ്ങൾക്ക് ബൗണ്ട് എഴുതാൻ പറയുവാണെങ്കിൽ, ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ബൗണ്ട്സ് എഴുതാൻ പറയുവാണെങ്കിൽ നിങ്ങളവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ റൂട്ട് 116 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 121നേക്കാൾ ചെറുതാണ് അല്ലെ. 121 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ 121 എന്ന് പറയുന്ന നമ്പറിനേക്കാൾ എന്താണ്? ചെറുതാണ്. അതേപോലെ തന്നെ 100 എന്ന് പറയുന്ന നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണ്, ലാർജർ ആണ്. ശരിയല്ലേ? അപ്പൊ 100 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ, 10ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 10 ലെസ് ദാൻ റൂട്ട് 116 ലെസ് ദാൻ 11 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇത് ഞാൻ കമ്പൽസറി പറയുന്നതല്ല. ചില സ്കൂൾസിൽ ഇങ്ങനെ കറക്റ്റ് ബൗണ്ട് എന്നുള്ള ഫോമിൽ എഴുതാൻ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ പറ്റി ചിന്തിച്ചാൽ മതി. സ്കൂളിൽ ബൗണ്ടിനെ പറ്റി ഒന്നും മിണ്ടണില്ലെങ്കിൽ നിങ്ങൾ ആ വഴിക്കേ പോണ്ട ഏട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ചിലവർക്ക് സ്കൂളിൽ ആ ഒരു രീതിയിൽ എഴുതണമെന്ന് കമ്പൽസറി പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന് തൊട്ട് മുന്നിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയറും അതിനുശേഷം വരുന്ന ആഫ്റ്റർ വരുന്ന പെർഫെക്റ്റ് സ്ക്വയറും ഏതാണെന്ന് നോക്കുക. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതുക? ബൗണ്ട് എഴുതുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ അത് ചെയ്യാൻ പറ്റുന്നത്. കമ്പൽസറി ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്കത് ബൗണ്ട് എഴുതാൻ പറഞ്ഞ് തന്നെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണം. ശരിക്കും ആ ബൗണ്ടിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് ഇതെങ്കിലും കറക്റ്റ് ആയിട്ട് എഴുതാൻ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ റൂട്ട് 116 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേടാ നമുക്ക് 116നെ വേണമെങ്കിൽ ഈ രീതിയിലും എഴുതാം. ഫാക്ടറൈസ് ചെയ്ത് എഴുതാലോ. ദാറ്റ് ഇസ് 116 2 എത്ര ടൈംസ്? 11 5 ടൈംസ് പോകും. then 16 2 8 ടൈംസ് പോകും. again 2 അല്ലേ? ദാറ്റ് ഇസ് 2 ടൈംസ് പോകും, 9 ടൈംസ് പോകും. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ ഈ c is equal to റൂട്ട് 116നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? റൂട്ട് ഓഫ് 2 into 2 into 29 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 2 into 2 into 29 എഴുതാം. അതായത് നമുക്കറിയാം റൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താണ്? 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും 1 നമ്പർ ഔട്ട്സൈഡ് എഴുതുന്നു, റൂട്ടിന് ഔട്ട്സൈഡ് എഴുതുന്നു അല്ലേ? ദാറ്റ് ഈസ് 2 റൂട്ട് ഓഫ് 29 എന്ന് വേണമെങ്കിൽ ആ രീതിയിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ ഏത് മെത്തേഡാണോ പഠിപ്പിക്കുന്നത് ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി ഒരെണ്ണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ശരിക്കും ഈ ബൗണ്ട് എഴുതുന്നതിന് ഭയങ്കര റെലവൻസ് കുറവാണ്. പക്ഷേ ടീച്ചേഴ്സിൻ്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും എന്തായാലും. അപ്പൊ 2 റൂട്ട് 29 എഴുതാനുള്ളത് എല്ലാവരും പഠിച്ചു വെക്കുക. അത് എപ്പോഴായാലും ആവശ്യമുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ ആണോ? പറഞ്ഞ രീതി മനസ്സിലായ? ചെയ്യാം, നമുക്ക് ഇനി വേഗം വേഗം ചെയ്തു പോവാലോ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു, എല്ലാവരുടെയും എഴുതി ചെയ്ത് കഴിഞ്ഞല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ മിസ്. യെസ്, ഓക്കെ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. 41 40 then തേർഡ് സൈഡ് കണ്ടുപിടിക്കണം. 41 തന്നിട്ടുണ്ട്, 40 തന്നിട്ടുണ്ട്. തേർഡ് സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേഗം ഒന്ന് കണ്ടുപിടിച്ചേ. യെസ്, ആര് പറയും? ശ്രീനന്ദ മ്യൂട്ട് ചെയ്ത് പറഞ്ഞു മോനെ. പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം ഇവിടെ? a square plus b square is equal to c square. ഇതില് a b c ഇതിനകത്ത് ആരൊക്കെയുണ്ട്? അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും നമ്മള്? മിടുക്കി. എന്തുകൊണ്ടാണ്? 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 41 ആണ് അല്ലേ? ദാറ്റ് ഈസ് സിക്ക് പകരം നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 41 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 41 സ്ക്വയറിന് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ബി സ്ക്വയർ നമുക്ക് ഇതിൽ നിന്നും കണ്ടുപിടിക്കാം. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 41 സ്ക്വയർ മൈനസ് 40 സ്ക്വയറിന് കിട്ടി. 41 സ്ക്വയർ മൈനസ് 40 സ്ക്വയർ. നിങ്ങൾ 41 സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 40 സ്ക്വയർ മൈനസ് ചെയ്ത് കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ മിസ് ഇവിടെ ഒരു കാര്യം പറയട്ടെ.
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വലിയ നമ്പേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ് ഉറപ്പായിട്ടും അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണെന്ന് അറിയാവോ? മിസ് പറയാം, നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട് അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഇതിനൊന്ന് ചെയ്ത് നോക്കിക്കേ. 41 സ്ക്വയർ മൈനസ് 40 സ്ക്വയർ ഡയറക്റ്റ് നിങ്ങൾ സ്ക്വയർ ചെയ്ത് കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ അവിടെ പണി കൂടുന്നാലും പണി കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. 41 സ്ക്വയർ മൈനസ് 40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതോടെ 40 പ്ലസ് 41 ഇൻറ്റു 40 മൈനസ് 41 എന്ന് ചെയ്യാം. ശരിയല്ലേ? 40 പ്ലസ് 41 നമുക്കറിയാം 81 ആണ്. ഇൻറ്റു 40 മൈനസ് 41 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 81 എന്ന് കിട്ടി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 81 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ബി സ്ക്വയർ 81 എന്ന് കിട്ടിയാൽ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 81. 81 ആരുടെ സ്ക്വയറാ? 9ന്റെ സ്ക്വയർ ആണ്. ഇത്രയും ചെയ്താൽ പോരെ? മനസ്സിലായ? അതായത് കാൽക്കുലേഷൻസ് നമ്മൾ എത്രത്തോളം സിമ്പിൾ ആക്കി ചെയ്യാന്നാണ് ആലോചിക്കേണ്ടത്. അതിനെ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കി ചെയ്യാന്നല്ല അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിത് പഠിച്ചു വെക്കേണ്ട ഒരു ഐഡന്റിറ്റി തന്നെയാണ് കേട്ടോ. അതായത് ഹയർ ക്ലാസ്സസിലേക്കൊക്കെ പോകുമ്പോഴും അവിടെ ആവശ്യമുള്ള ഒരു ഐഡന്റിറ്റി ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. ഹിബാമിസ് എടുത്ത പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ശരിക്കും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേഷനെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റും. ക്ലിയർ ആണോ? ഈ ഒരു മെത്തഡ് അല്ലേ എളുപ്പം? നിങ്ങൾക്ക് സ്ക്വയർ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനും ഈ ഒരു മെത്തഡ് അല്ലേ എളുപ്പമായിട്ട് കിട്ടുക? കാരണം ടൈം കുറച്ചുകൂടി ലാഭിക്കാൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബി ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ? ചെയ്യോ? തനിയെ ചെയ്യും? യെസ്. ഓക്കെ, സോ ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. നോക്ക്, സൈഡ്സ് നോക്ക്. നിങ്ങൾ തന്നിരിക്കുന്ന സൈഡ്സ് ഏതൊക്കെയാണെന്ന് നോക്ക്. ആ 90 ഡിഗ്രി വരുന്നത് എവിടെയാണെന്നാണ് നോക്കി വെക്കേണ്ടത്. കാരണം അതായിരിക്കും ഹൈപ്പോണിസ്. ബാക്കി നമുക്ക് പ്രശ്നമില്ല അല്ലേ? ഓക്കെ മിസ്, അപ്പൊ അടുത്ത ആളെ വിളിച്ചോ. റെയ്ഹാനെ കുട്ടാ പറഞ്ഞോടാ. പറഞ്ഞ മോനെ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ is equal to c square. Okay, ഇതില് എയും ബിയും സിയും പറയടാ. a is equal to a 10 ആണ്. Okay, 10 square plus b ഉറപ്പാണോ? നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആരാ? റൂട്ട് ഓഫ് 200. റൂട്ട് കാണില്ലേ നീ അല്ലേ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഏതൊരു റൈറ്റ് ട്രയാങ്കിൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് നമ്മൾ വിളിക്കുന്ന പേരെന്താ? റൂട്ട് ഓഫ് 200 എന്നാണോ? അല്ല, എന്താ വിളിക്കണത് അതിനാ? ആഹാ മിസ്സേ, രാമായണത്തിൽ ആരാണ് ലവൾ അല്ലേ? ഇത് ചോദിക്കുന്ന പോലെ ആയി. റൈറ്റ് ട്രയാങ്കിളിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാ? തപ്പിക്കോ മറിച്ചൊക്കെ നോക്കിക്കോ, എവിടെയെങ്കിലും ഉണ്ടാവും എഴുതിയിട്ടുണ്ടെങ്കിൽ. അതിനകത്തുണ്ടെല്ലാം. റൈറ്റ് ട്രയാങ്കിളിന്റെ കേസിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിൽ നമ്മൾ വിളിക്കുന്ന ഒരു പേര് പറഞ്ഞു പോയിട്ടുണ്ടാവും. ലോങ്ങസ്റ്റ് സൈഡ്. എഴുതി വെച്ചേ. ഇപ്പൊ തന്നെ ഒരു 3 ടൈംസ് എഴുതി പഠിക്ക്. വേഗാവട്ടെ. ഹൈപ്പോട്ന്യൂസ്. എവിടെയോ കേട്ടിട്ടുണ്ട്, എവിടെയോ ഞാൻ കേട്ട് മറന്നിട്ടുണ്ട് മിസ്സേ. കുഴപ്പമില്ല.
അപ്പൊ എന്തായാലും ഇനി മറക്കരുത് കേട്ടോ. ഇനി ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയണം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് സി സ്ക്വയർ. സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ √200 സ്ക്വയർ വരും അല്ലേ? √200 സ്ക്വയർ. നിങ്ങൾക്കറിയാം √2 × √2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. √3 × √3 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. √5 × √5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ 10 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു √200 സ്ക്വയർ എന്ത് തന്നെ കിട്ടും? 200 തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 200 മൈനസ് അല്ലേ? ഇവിടെ പ്ലസ് 10 സ്ക്വയർ ആണ്, അത് റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ മൈനസ് ആയി. ദാറ്റ് ഈസ് -10 സ്ക്വയർ. -10 സ്ക്വയർ എന്ന് വെച്ചാൽ -100 കിട്ടി. 200 മൈനസ് 100 എന്ന് പറഞ്ഞാൽ 100 ആണ്. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 ആണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എമ്മി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേടാ. ബി ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുക? 10 ആയിരിക്കും. മിടുക്കി. ദാറ്റ് ഈസ് √100 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും. ഓക്കെ ആണോ? കിട്ടിയില്ലേ? അപ്പൊ എല്ലാവർക്കും ആൻസർ കിട്ടിയല്ല? ഈ ഒരു പൈത്തഗോറസ് തിയറത്തിന്റെ കാര്യം എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോ കിട്ടാത്തവരില്ലല്ലോ. അപ്പൊ അത് തന്നെയാണ് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ക്വസ്റ്റ്യനും വരുന്നത്. ജസ്റ്റ് ഈ റൂട്ട് വെച്ചിട്ടുള്ള ഒരെണ്ണം കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. വേഗം ഒന്ന് ചെയ്ത് നോക്ക്. വേഗം ചെയ്തിട്ട് ആൻസർ പറയട്ടാ. ഓക്കെ. അഭിനന്ദന ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? പറഞ്ഞേ മോളെ. പറഞ്ഞോടാ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. നമുക്ക് തന്നിട്ടുള്ള സൈഡ്സ് ഏതൊക്കെയാണ്? A square is equal to 10 square. 10 സ്ക്വയർ പ്ലസ് B square പ്ലസ് ബി സ്ക്വയർ is equal to √50. ആണോ? ഉറപ്പാണോ? C square. ഇതിൽ ഏതാണ് ഹൈപ്പോട്ടന്യൂസ്? 150. 150 ആണോ? അല്ല. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ആരാണോ അതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഇതല്ലേ 90 ഡിഗ്രി എന്ന് പറയുന്നത്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഇതല്ലേ? അപ്പൊ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോ 10 സ്ക്വയർ പ്ലസ് √150 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആണ്. മനസ്സിലായോ? 10 സ്ക്വയർ പ്ലസ് √150 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. ദാറ്റ് ഈസ് 10 സ്ക്വയർ പ്ലസ് 150 ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആണ്. √150 സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? 150 തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് 10 സ്ക്വയർ പ്ലസ് 150 ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. ദാറ്റ് ഈസ് 100 പ്ലസ് 150 ഇസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടി. സോ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ വന്നത് മിസ്സേ? ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഇഷൽ കൂട്ടാ പറഞ്ഞടാ. സി ഇസ് ഈക്വൽ ടു ചെയ്യാൻ പോണുള്ളൂ. സി ഇസ് ഈക്വൽ ടു 250. സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. 250 എന്ന് വെച്ചാൽ 25 × 10 ആണ് അല്ലേ? 25ന്റെ റൂട്ട് എന്താ? 5. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5√10 എഴുതാം അല്ലെ? എത്ര ഉള്ളൂ ഏട്ടാ? കൂടുതൽ ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5√10 എഴുതാം. കിട്ടിയില്ലേ? ആൻസർ കറക്റ്റ് ആയവർ എത്ര പേരുണ്ട്? ആൻസർ കറക്റ്റ് ആയവർ തെറ്റിച്ചാ? മൈനസ് ചെയ്ത് വെച്ചാ? ഇല്ല. ഓക്കെ ആണ്. കിട്ടി. ഓക്കെ, അടിപൊളി. അങ്ങനെയാണെങ്കിൽ ദേ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. സെയിം തന്നെയാണ്, സെയിം രീതി തന്നെയുള്ള പൈതഗോറസ് തിയറത്തിൽ തന്നെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. സൈഡ് ദാറ്റ് ഈസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 45 ആണ്, 27 ആണ്. സോ 45 സ്ക്വയർ മൈനസ് 27 സ്ക്വയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന മെത്തേഡ് ചെയ്യാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ,
ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ ദേ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ കേസിൽ ഹൈപ്പോട്ടന്യൂസ് ആണോ ലോങ്സ്റ്റ് സൈഡ് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേ. ലോങ്സ്റ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് തന്നെ അല്ലേ? കാരണം നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ, അല്ലേ? അതായത് നമ്മൾ എപ്പോൾ എടുക്കുന്നു, ഈ സൈഡ് 3 സെന്റിമീറ്റർ ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണ് എടുത്തു കഴിഞ്ഞാൽ ഹിയർ നമുക്ക് കിട്ടുന്ന 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ്, അല്ലെ? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 അല്ലേ കിട്ടുന്നത്? അതായത് ബൈ പൈതഗോറസ് തിയറം നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം, ലോങ്സ്റ്റ് സൈഡ് 5 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വരച്ച് കൺസ്ട്രക്ട് ചെയ്ത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ജസ്റ്റ് ചോദിച്ചിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, എന്താണ്? ലോങ്സ്റ്റ് സൈഡ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് സൈഡ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഓൾവേസ് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് തന്നെ ആയിരിക്കും. അപ്പൊ യെസ് അല്ലെ? യെസ്, ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ കേസിൽ അതിൽ ഏറ്റവും വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ, ലോങ്സ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. നിങ്ങൾക്കത് ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് വെരിഫൈ ചെയ്യാം. ക്ലിയർ അല്ലേ? ജസ്റ്റ് ആ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നു എന്ന് മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതുള്ളൂ. നെക്സ്റ്റ് ഡേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. Every Bodhayana triple is either a primitive triple or a scaled version of a primitive triple. True or false? നോക്കട്ടെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. Is it true or false? സ്റ്റേറ്റ്മെന്റ് നന്നായി വായിച്ചതിന് ശേഷം പറയാട്ടോ. എവ്രി ബോധായന ട്രിപ്പിൾ, ഏതൊരു ബോധായന ട്രിപ്പിൾ എടുത്താലും ഒന്നില്ലെങ്കിൽ പ്രിമിറ്റീവ് ട്രിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്കെയിൽഡ് വേർഷൻ ഓഫ് പ്രിമിറ്റീവ് ട്രിപ്പിൾ, ദാറ്റ് ഇസ് നോൺ പ്രിമിറ്റീവ് ബോധായന ട്രിപ്പിൾ ആയിരിക്കും. ഏതാണ് നിങ്ങൾ എഗ്രി ചെയ്യുന്നത്? ട്രൂ ആണോ ഫോൾസ് ആണോ? ജോഷുവ ഏതാണ്? യെസ് അമാന, സ്റ്റീവ്. എത്രയും നല്ല ഇല്ലാത്തോണ്ട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ ഞാൻ ഈ കള്ളിയിലില്ല മിസ് എന്ന് പറഞ്ഞാൽ ഇരിപ്പ് തന്നെ. ഓക്കെ, യെസ്, ഓൾമോസ്റ്റ് എല്ലാവരും കാണിച്ചിരിക്കുന്ന കറക്റ്റ് തന്നെയാണ്. ഇതെന്താണിത്? ന്യൂട്ടല്ലേ? ഏതാണ്? എന്താണ്? കറക്റ്റ് ആണ് വരുന്നത്, ട്രൂ ആണ് അല്ലെ? നമ്മൾ കണ്ടതാണ് 3, 4, 5 എന്ന് പറഞ്ഞാൽ ഒരു ബോധായന ട്രിപ്പിൾ ആണ്. 3, 4, 5 എന്ന് പറഞ്ഞാൽ ഒരു ബോധായന ട്രിപ്പിൾ ആണ് അല്ലെ? ഇതിന്റെ തന്നെ സ്കെയിൽഡ് വെർഷൻസ് അല്ലെ 6, 8, 10 എന്ന് പറയുന്നത് അല്ലെ? അല്ലെങ്കിൽ 9, 12, 15 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഏതെടുത്താലും 8, 15, 17 ഇതൊരു ബോധായന ട്രിപ്പിൾ ആണ്. അതിന്റെ തന്നെ സ്കെയിൽഡ് വെർഷൻസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് 16, 30, 34 അല്ലെ? അതിന്റെ തന്നെ എന്താണ്? സ്കെയിൽഡ് വേർഷൻസ് ആണ്. അപ്പോ ഏതൊരു ബോധായന ട്രിപ്പിൾ എടുത്താലും ഒന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? പ്രിമിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും? നോൺ പ്രിമിറ്റീവ് ആയിരിക്കും. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചോദിക്കാം, ജസ്റ്റ് ട്വിസ്റ്റിംഗ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാമെന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ ദേ അങ്ങനെയാണെങ്കിൽ മിസ് ദേ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 9th question. സോറി, ഇത് 9th question ആണ് കേട്ടോ. Find the area of an equilateral triangle with a side length 6 cm or 6 units. Find the area of an equilateral triangle with a side length 6 units. അപ്പൊ നമ്മൾ നേരത്തെ സ്ക്വയറിന്റെ ചെയ്തു, റോംബസിന്റെ ചെയ്തു, അതേപോലെ തന്നെ ഉറപ്പായിട്ടും പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെ? എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി? ആര് പറഞ്ഞുതരും എനിക്ക്? അമാന. യെസ്, അമാന മോളെന്ന് പറഞ്ഞിടാ. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? എന്താണ്? മിടുക്കി. all sides are equal, that is all 3 sides are equal അല്ലെ? all 3 sides equal ആയിരിക്കും. പിന്നെ all angles are equal. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല അല്ലെ? നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ഒരു സൈഡ് 6 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് അതിന്റെ എല്ലാ സൈഡ്സും 6 ആയിരിക്കും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈ സൈഡ് 6 ആണെങ്കിൽ ഇതും 6, ഇതും 6. ഇതാണ് നിങ്ങൾ
ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടി ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ ഓൾ 3 സൈഡ്സ് ആർ ഈക്വൽ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രോപ്പർട്ടി എഴുതി വെക്കുക കേട്ടോ. അതല്ലാതെ പിന്നീട് ഇത് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ച് നടന്നാൽ കിട്ടില്ല. സോ ഓൾ 3 സൈഡ്സ് ആർ ഈക്വൽ ഇൻ ദ കേസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ ആണല്ലോ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. ഏരിയ കണ്ടുപിടിക്കണം. ശരിക്കും ഇത് ട്രൈ ദിസ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടി കൂടി വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ മിസ് ദേ ഇതിന് ABC എന്ന് പറഞ്ഞൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ A എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ വരയ്ക്കുന്ന ലൈൻ എപ്പോഴും എന്തായിരിക്കും? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഓക്കെ, എന്താണ്? A എന്ന് പറയുന്ന വെർട്ടെക്സ്, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ A എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ബൈസെക്ടർ ആയിരിക്കും. ബൈസെക്ടർ എന്താണെന്ന് മിസ് നേരത്തെ പറഞ്ഞു തന്നല്ലേ? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ബൈസെക്ടർ? അവിടെ ടോട്ടൽ 6 ആണ് വരുന്നതെങ്കിൽ അതിനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഇവിടെ വരെ 3 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെ നിന്ന് ഇവിടെ വരെ 3 സെന്റിമീറ്റർ ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഇക്വേഷൻ അറിയാവോ ആർക്കെങ്കിലും? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇല്ല. എസ് വിനായകന് അറിയാം. എസ് വിനായക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ മോനെ. മിടുക്കൻ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു B ഇൻറ്റു H എന്ന് പറയാം. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ ആണോ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അറിയാത്തവരെ എഴുതി വെച്ച് പഠിച്ചോടി, ഇപ്പൊ തന്നെ പഠിച്ചോ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി പറയാം. ഏതൊരു ട്രയാങ്കിളിന്റെ കേസിലാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ദേ ഇവിടെ തന്നിരിക്കുന്ന കേസിൽ നമുക്ക് ബേസ് അറിയാം അല്ലെ. ബേസ് എത്രയാണ്? 6 ആണെന്ന് അറിയാം. ബേസ് 6 ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കാര്യം കൂടി അല്ലേ ആവശ്യമുള്ളത്? ഹൈറ്റ് ആണ് ആവശ്യമുള്ളത് അല്ലെ. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, A ഞാൻ ഇവിടെ വേണമെങ്കിൽ ഇതിന് D എന്ന് കൊടുക്കുന്നു. ഓക്കെ, AD ആണ് അവിടുത്തെ ഹൈറ്റ്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ ജസ്റ്റ് ആ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈ ഒരു സൈഡ് 6 ആണ്, ഈ ഒരു സൈഡ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഹൈറ്റ് എത്രയായിരിക്കും വരുന്നത്? എത്രയായിരിക്കും? 6, 3. അതേപോലെ ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് തിയറം യൂസ് ചെയ്യാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം അല്ലേ. പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? അപ്പോ ആ കിട്ടുന്ന ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ബൈ പൈതഗോറസ് തിയറം നമുക്കറിയാം എന്താണ് നമുക്ക് വേണ്ട സൈഡ് ഏതാണ്. വേണ്ട സൈഡ് എന്തായാലും സ്മോളർ സൈഡ് ആണ് അല്ലേ. സോ വേണ്ട സൈഡ് സ്മോളർ സൈഡ് ആണെങ്കിൽ A² + B² = C². നമുക്ക് ലാർജർ സൈഡ് 6² ആണെന്ന് അറിയാം. ഒരു സൈഡിന് 3² ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ B² അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് B² = 6² - 3². ദാറ്റ് ഈസ് 36 - 9. So B is equal to √36 - 9. അതായത് സ്ക്വയർ കളയാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ കളയാൻ സ്ക്വയർ റൂട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ B is equal to 36 - 9. 36 - 9 എന്താ? 27. ഓക്കെ ആണോ? കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ B is equal to √27. √27 നമുക്ക് എങ്ങനെ എഴുതാം? 9 × 3 അല്ലേ 27 അല്ലേ. ദാറ്റ് ഈസ് √9 × 3 എന്ന് പറഞ്ഞാൽ 9ന്റെ റൂട്ട് 3 ആണെന്ന് അറിയാം. സോ 3 √3 എന്ന് വേണമെങ്കിൽ ഇതിനെ എഴുതാം, അല്ലെങ്കിൽ √27 തന്നെ എഴുതാം. എങ്ങനെ വേണമെങ്കിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇത് ഇവിടെ B, ദാറ്റ് ഈസ് നമ്മുടെ കേസിൽ റൈറ്റ് ട്രയാങ്കിളിന്റെ കേസിൽ B ആണ് 3 √3 എന്ന് കിട്ടിയത്. ഇവിടുത്തെ ഹൈറ്റ് AD = 3 √3 എന്ന് കിട്ടി. ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ അല്ലെ. ഹൈറ്റ് എന്താണോ കിട്ടുന്നത് അതിനെ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ വരുന്നത് മക്കളെ?
ഈ ട്രയാങ്കിളിന്റെ കേസിൽ ബേസ് എത്രയാണ്? സ്ക്രീനിൽ കാണിച്ച എല്ലാവരും, ട്രയാങ്കിളിന്റെ കേസിൽ ബേസ് എത്രയാണ്? യെസ് 6 ആണല്ലേ, കാരണം ഈ കാണുന്നതിനെയാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ട്രയാങ്കിളിന്റെ കേസിൽ ബേസ് എത്രയാണ്? 6 ആണ്. സോ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? നമ്മളിപ്പോ കണ്ടുപിടിച്ചത് അല്ലേ, ദാറ്റ് ഈസ് എത്രയാണ്? 3√3. ഓക്കെ ആണോ? ജസ്റ്റ് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേം ക്യാൻസൽ ചെയ്യുക. 6 2 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ അതിനെ ക്യാൻസൽ ചെയ്തു. നമുക്കിത് എന്ത് കിട്ടി? 3 ഇൻറ്റു 3√3 എന്ന് കിട്ടി. 3 ഇൻറ്റു 3 9 ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? 9√3 എന്ന് എഴുതാം. 3 ഇൻറ്റു 3 9. സോ 9√3 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ ആണോ? മനസ്സിലായ എല്ലാവർക്കും ചെയ്ത കാര്യം? ഇത് കുറച്ചും കൂടി 9th വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇപ്പോഴേ ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഈ 8th എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ 9th വരുമ്പോൾ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇപ്പോഴേ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ചെയ്ത കാര്യങ്ങൾ എന്താണ് മിസ്സേ ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. നമുക്കിവിടെ വേണ്ടത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കുക. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു റെഗുലർ പോളിഗന്റെ കേസിൽ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓൾ സൈഡ്സ് ഈക്വൽ, ഓൾ ആംഗിൾസ് ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇവിടെയും 3 സൈഡ്സ് ഈക്വൽ ആണ്, 3 ആംഗിൾസ് ഈക്വൽ ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? അതിന്റെ വെർട്ടെക്സിൽ നിന്നും അതിന്റെ ബേസിലേക്ക് നമ്മളൊരു ലൈൻ ജോയിൻ ചെയ്താൽ ആ ലൈൻ എന്ത് ചെയ്യും? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? ബൈസെക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? അങ്ങനെ ബൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഓക്കെ ആണോ? സോ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ കേസിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അറിയാം, വൺ ഓഫ് ദി സൈഡ് അറിയാം. ഹൈപ്പോട്ടന്യൂസും വൺ ഓഫ് ദി സൈഡും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? യെസ്, ഈ അടുത്ത ഷോർട്ടസ്റ്റ് സൈഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. സോ 6 സ്ക്വയറിൽ നിന്നും 3 സ്ക്വയർ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് 27 കിട്ടി. ആ സൈഡ് കണ്ടുപിടിക്കാൻ അതിന്റെ റൂട്ട് എടുത്തു. അപ്പൊ 3√3 കിട്ടി. അപ്പൊ നമുക്കിവിടെ കിട്ടിയത് ഹൈറ്റ് ആണ് അല്ലേ. ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് റിലേഷൻ യൂസ് ചെയ്യാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ആ ഒരു റിലേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റിൽ ബേസിന് പകരം നമ്മൾ 6 കൊടുക്കുന്നു, ഹൈറ്റിന് പകരം നമ്മൾ 3√3 കൊടുക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഈ ചാപ്റ്ററിൽ വരുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആകെ പഠിച്ചു? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ. വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത ചാപ്റ്ററിൽ ഏറ്റവും ചെറിയ ചാപ്റ്റർ ഇതാണ്. സാധാരണ ഞാൻ ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ ഹിബ മിസ് ആദ്യം വേറൊരു ചാപ്റ്റർ തീർത്തിട്ടുണ്ട്, രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എനിക്ക് എപ്പോഴും കിട്ടാറ്. ആദ്യമായിട്ടാണ് ഒരു ചെറിയ ചാപ്റ്റർ കിട്ടിയത്. എന്തായാലും സന്തോഷം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഈ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ കവർ ചെയ്തു. എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അപ്പോൾ പഠിച്ചത്? പൈതഗോറസ് തിയറം, ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിന്റെ കേസ്, പൈതഗോറിയൻ ട്രിപ്പിൾസ് പഠിച്ചു. ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്ന ചാപ്റ്റർ അല്ല. എങ്കിൽ പോലും പൈതഗോറസ് തിയറം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഉണ്ടാവില്ല. ഈ ചാപ്റ്റർ പഠിക്കാനുള്ളവർക്ക് എന്തായാലും ചോദിക്കുന്ന കാര്യമാണ്. പൈതഗോറസ് തിയറം അറിയാത്ത ആരുമില്ലല്ലോ എന്തായാലും. ഉണ്ടാ? അങ്ങനെ ആരെങ്കിലും ഉണ്ടാ? സ്റ്റീവേ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ മിസ്സേ ഒന്ന് നോക്കണ്ട, ഒരു 100 ടൈംസ് ഇപ്പോഴെങ്കിലും പൊസിഷൻ കൊടുക്ക അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്ത് അടുത്ത ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം ട്ടാ. ഓക്കെ, അപ്പൊ എല്ലാവരും വേഗം പാരന്റ്സിനെയൊക്കെ വിളിച്ച് അടുത്തിരുത്താം. എക്സാം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. വേഗം ആയിക്കോട്ടെ.